Dear friends, welcome back to SL's Academy. മിഷൻ LDC 2020 ഭാഗമായിട്ട് PQ മോക്ക് ടെസ്റ്റ് ആണ് അഞ്ചാമത്തെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് 2 ജില്ലകളുടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 40 ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ SL's Academy ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഡാഷ് മീൻസ് to leave one's country with a view to settling in a foreign country. ഓപ്ഷൻ ബി ആണ് ഉത്തരം. എമിഗ്രേറ്റ്, അതായത് വേറൊരു രാജ്യത്തേക്ക് വിദേശ രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്നതിനെ എന്താ പറയും? എമിഗ്രേറ്റ് എന്ന് പറയും. അപ്പോൾ എന്താണ് എമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ? എമിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്ത് തന്നെ വേറൊരു സ്ഥലത്തേക്ക് പരദേശത്തേക്ക് തന്നെ കുടിയേറി പാർക്കുന്നതാണ് എന്താ എമിഗ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഹൈബർനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശീതകാല നിദ്ര. ഓക്കെ, എന്താണ്? ശീതകാല നിദ്രയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹൈബർനേറ്റ്. അപ്പോൾ എന്താണ് അൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടുള്ള എന്നർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഐ വുഡ് ഹാവ് ടിക്കിൾഡ് യു if you dash. അപ്പോൾ ഇതെന്താണ്? ഇഫ് ക്ലോസിൽ വരുന്ന ഒരു സെൻസാണ്. അപ്പോൾ ഇത് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു മെയിൻ ക്ലോസും കൊണ്ട് ഒരു സബ് ക്ലോസും ഉണ്ടാവും. ഇഫ് ക്ലോസും ഉണ്ടാവും, മെയിൻ ക്ലോസും ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ, ഇഫ് ക്ലോസിൽ ആൻസർ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ വന്നു നോക്കാം അല്ലേ? അങ്ങനെയല്ലേ? അതല്ലേ ശരി. ഓക്കെ, ഏതാ വരുന്നത്? ഹാഡ് ടിക്കിൾഡ് മീ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹാഡ് ടിക്കിൾഡ് മീ. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്താണ്? വുഡ് ഹാവ് പ്ലസ് V3. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഏതാണ്? വുഡ് ഹാവ് പ്ലസ് V3. വുഡ് ഹാവ് പ്ലസ് V3 ആണ് ടിക്കിൾഡ്. ഓക്കെ, V3 വുഡ് ഹാവ് പ്ലസ് V3. എന്തു പറഞ്ഞു? മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 വന്നാൽ ഇഫ് ക്ലോസിൽ എന്താണ്? ഹാഡ് പ്ലസ് V3 വരണം. ഹാഡ് പ്ലസ് V3. ഓക്കെ, ഹാഡ് പ്ലസ് V3. ക്ലിയർ? സിമ്പിളാണ്, ഓർത്ത് വെച്ച് പഠിക്കാം. മൂന്നാമത്തെ ചോദ്യം, ഇഫ് യു വിൽ നോട്ട് പാസ് അൺലെസ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. യു വർക്ക് ഹാർഡ്. അപ്പോൾ എന്തുകൊണ്ട് യു വർക്ക് ഹാർഡ് വന്ന് എന്ന് മനസ്സിലാക്കും. ഇത് ഇഫ് ക്ലോസിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഇതിനകത്ത് ഇഫ് ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയും. ഓക്കെ, അൺലെസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താക്കുന്ന? ഇഫ് നോട്ട്. അൺലെസ്സിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് നോട്ട്. ക്ലിയർ? ഇത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഓക്കെ, ഇപ്പോൾ എന്താണ്? ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻ്റ് ആയാൽ മെയിൻ ക്ലോസിൽ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. ക്ലിയർ? ഓർത്ത് വയ്ക്കാം. എന്താണ്? ഇഫ് ക്ലോസ് ഈ ഭാഗത്താണ് വരുന്നത്. ഇഫ് ക്ലോസിൽ എന്തായിരിക്കണം? സിമ്പിൾ പ്രസൻ്റ് ആണ്. യു വർക്ക് ഹാർഡ്. സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നാൽ മെയിൻ ക്ലോസിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു? സിമ്പിൾ ഫ്യൂച്ചർ. ഇഫ് യു വിൽ നോട്ട് പാസ്. ക്ലിയർ ആണോ? ഇഫ് നോട്ട്, നീ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ്? നീ പാസ്സാവത്തില്ല. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, എ റെഡ് ലെറ്റർ ഡേ മീൻസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. എ മെമ്മറബിൾ ഡേ. അവസ്മരണീയമായ ദിനം എന്നർത്ഥം. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ടു പുട്ട് അപ്പ് വിത്ത് മീൻസ്. ഫ്രേസൽ വെർബ് എന്നൊരു ചോദ്യമാണ്. ഈ പുട്ട് അപ്പ് വിത്തിൻ്റെ അർത്ഥം എന്താണ്? ടു ടോളറേറ്റ്. ഓക്കെ, എന്താണ്? സഹിക്കുക. അടുത്ത ആറാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് പേഴ്സൺ ടു കൺഗ്രാജുലേറ്റ് മീ ഡാഷ് മൈ സക്സസ് വാസ് മൈ ടീച്ചർ. കൺഗ്രാജുലേറ്റ് വന്നാൽ എന്ത് ചേർക്കണം? ഓൺ ചേർക്കണം. ഓക്കെ, കൺഗ്രാജുലേറ്റ് വന്നാൽ ഏതാണ്? പ്രപ്പോസിഷൻ ഏതാണ്?
ഓൺ ചേർക്കണം, മറന്നു പോകരുത്, ഓർത്ത് വെച്ചിരിക്കാം. കൺഗ്രാജുലേറ്റ് ഓൺ, കോംപ്ലിമെൻറ്റ് ഓൺ, ലെക്ചർ ഓൺ. ഓക്കെ. 7ാമത്തെ ചോദ്യം, ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ് അറ്റ് ദ ഹോട്ടൽ. ഏതാ വരുന്നേ? എ യൂറോപ്യൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. എ യൂറോപ്യൻ. ഓക്കെ. എന്താ എ യൂറോപ്യൻ വന്നത്? വാക്കിൻ്റെ ആദ്യ ശബ്ദം കോൺസണൻ്റായ എന്താണ് ഈ എന്ന ഈയിൽ ആയതിനാലാണ് എന്ത് വന്നത്? എ വന്നത്. ഓർത്ത് വയ്ക്കുക, ഈ യൂറോപ്യൻ. ഓക്കെ, യൂറോപ്യൻ. അപ്പോൾ അതുകൊണ്ടാണ് എ വന്നത്, ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ. അടുത്ത 8ാമത്തെ ചോദ്യം, എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ഫൗണ്ട് നിയർ ദ സീൻ ഓഫ് മർഡർ യെസ്റ്റർഡേ. ഓക്കെ, ഇവിടെ എന്താ നോക്കുന്നത്? ഇവിടെ ഷൂസ് അല്ല നോക്കുന്നത്, ഷൂസ്. പെയർ ഓഫ്, എ പെയർ ഓഫ്. ശ്രദ്ധിക്കുക, എ പെയർ ഓഫിനാണ് പ്രാധാന്യം. എ പെയർ ഓഫ് അനുസരിച്ചാണ് വെർബ് നിർണ്ണയിക്കപ്പെടുന്നത്. ഇവിടെ ഷൂസ് അല്ല നോക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, വാസ്. 9ാമത്തെ ചോദ്യം, ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വാസ് ഡിസപ്പോയിൻറ്റഡ്. വാസ് ഡിസപ്പോയിൻറ്റഡ്. ഇതിലെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ടോൾഡ് എന്താണ്? പാസ്റ്റാണ്. ഓക്കെ. അപ്പോൾ മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താണ് അടുത്ത ഭാഗത്തിൽ എന്തായിരിക്കും? പാസ്റ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ. പാസ്റ്റ് വരുന്നത് നമുക്ക് ആൻസറിൽ നമുക്ക് പാസ്റ്റ് വരുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. വാസ് ഡിസപ്പോയിൻറ്റഡ്. ക്ലിയർ ആണോ? അപ്പോൾ മെയിൻ ക്ലോസിൽ പാസ്റ്റ് ആയിരുന്നാൽ തുടർന്നും എന്തായിരിക്കും? പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. ഓക്കെ. 10ാമത്തെ ചോദ്യം, അവർ കോളേജ് ഡേ ഡാഷ് ബൈ MT വാസുദേവൻ നായർ ലാസ്റ്റ് വീക്ക്. ഓപ്ഷൻ എ ആണ് ഉത്തരം, വാസ് ഇനാഗുറേറ്റഡ്. എങ്ങനെ വന്നു വാസ് ഇനാഗുറേറ്റഡ്? MT വാസുദേവൻ നായർ ഇനാഗുറേറ്റഡ് അവർ കോളേജ് ഡേ എന്ന സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസിൻ്റെ പാസീവ് വോയിസ് ആണ് ഏത്? ഇതന്നിരിക്കുക. അവർ കോളേജ് ഡേ വാസ് ഇനാഗുറേറ്റഡ് ബൈ MT വാസുദേവൻ നായർ ലാസ്റ്റ് വീക്ക്. ക്ലിയർ? 11ാമത്തെ ചോദ്യം, if somebody gives you a remedy which is supposed to cure all diseases, you will call it. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പനേസിയ. എന്താണ് പനേസിയ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒറ്റമൂലി എന്നർത്ഥം. ഓക്കെ. എല്ലാ രോഗങ്ങൾക്കും ഉള്ള ശമനത്തിന് വേണ്ടിയുള്ള എന്താണ്? ഒറ്റമൂലി, പനേസിയ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ പനോരമ എന്ന് പറഞ്ഞാൽ എന്താണ്? പനോരമ വിശാല ദൃശ്യം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പനോരമ, വിശാല ദൃശ്യം. ഇപ്പോൾ പാരഡോക്സ് എന്താണ്? പാരഡോക്സ് എന്ന് വിരോധാഭാസം. ഓക്കെ. അടുത്ത പോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോഷൻ എന്ന കഷായം. കേട്ടിട്ടുണ്ടാവും. ഓക്കെ. അടുത്ത 12ാമത്തെ ചോദ്യം, നോട്ടീസ് ഓഫ് എ പേഴ്സൺസ് ഡെത്ത് എക്സ്പെഷ്യലി ഇൻ ന്യൂസ് പേപ്പർ ഈസ് ഡാഷ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അബിച്വറി എന്ന് പറഞ്ഞാൽ എന്താണ്? അബിച്വറി എന്ന അനുശോചനക്കുറിപ്പ്. ക്ലിയർ? അപ്പോൾ എവിടെ എന്താണ്? ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവേറ്ററി വാനനിരീക്ഷണശാല. കേട്ടിട്ടുണ്ടാവും ഒബ്സർവേറ്ററി, വാനനിരീക്ഷണശാല. ഓക്കെ. അടുത്ത ഡെത്ത് അബ്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ലൂഷൻ ശുദ്ധീകരണം കേട്ടിട്ടില്ലേ? ശുദ്ധീകരണം. ഡെത്ത് വാറണ്ട് ഒരു എന്താണ്? തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളിന് അവസാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രേഖയാണ് എന്താ? ഡെത്ത് വാറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. 13ാമത്തെ ചോദ്യം, വിച്ച് വൺ ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒക്കേഷൻ. OCCASION ആണ് ഒക്കേഷൻ്റെ സ്പെല്ലിംഗ്. 15ാമത്തെ ചോദ്യം, സിൻസ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ഈസ് പ്രാക്ടിക്കലി ഡാഷ് ഐ ക്യാൻ ഹാർഡ്ലി റീഡ് ഇറ്റ്. ഓപ്ഷൻ
ഡി ആണ് ഉത്തരം. ഇല്ലെജിബിൾ. ഇല്ലെജിബിൾ എന്ന് പറഞ്ഞതാണ് നോട്ട് ഏബിൾ ടു റീഡ്, അവ്യക്തമായത്, കാണാൻ കഴിയാത്ത, വായിക്കാൻ പറ്റാത്തത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇല്ലെജിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമവിരുദ്ധമായത്. അപ്പോൾ ഇൻഎലിജിബിൾ എന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്തത്. എലിജിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗ്യതയുള്ളത്. ഓക്കെ, 16ാമത്തെ ചോദ്യം. സയൻസ് ഈസ് എ ബൂൺ ഇഫ് യൂസ്ഡ് ഫോർ ഗുഡ് ഡാഷ് ഇഫ് യൂസ്ഡ് ഫോർ ഡിസ്ട്രാക്ഷൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നാശഹേതു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ സയൻസ് എന്തിനാ? ബൂം ഈസ് എ ബൂം ഫോർ ഇഫ് യൂസ്ഡ് ഫോർ, നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താണ്? നാശഹേതു എന്താ? ബെയിൻ ഇഫ് യൂസ്ഡ് ഫോർ ഡിസ്ട്രാക്ഷൻ. നാശഹേതുവിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ വാക്കുകൾ നോക്കാം. പെയിൻ എന്ന് പറഞ്ഞാൽ വേദന. ഓക്കെ, പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന. 16ാമത്തെ ചോദ്യം. ഐ ഡാഷ് മുംബൈ 2 years ago. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എളുപ്പത്തിൽ നമുക്ക് ആൻസർ എത്താൻ കഴിയും. ഇയർ എഗോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് ഇതൊക്കെ വരെയാണെങ്കിൽ വെർബിൻ്റെ രണ്ടാമത്തെ രൂപം അതിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിസിറ്റഡ്. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ കഴിയും. ക്ലിയർ ആണോ? അടുത്ത 17ാമത്തെ ചോദ്യം. ഐ ഹാവ് ബീൻ സെർച്ചിങ് ഫോർ എ ജോബ് ഡാഷ് 1995. ഓപ്ഷൻ സി ആണ് ഉത്തരം. സിൻസ്. വർഷത്തിന് മുമ്പ് എന്താണ്? സിൻസ് ഉപയോഗിക്കണം, പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. 18ാമത്തെ ചോദ്യം. ഐ ആം നോട്ട് ഏബിൾ ടു ഡാഷ് ദ സിറ്റുവേഷൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കോപ്പ് വിത്ത്. ഓക്കെ, ടു എൻഷുർ സംതിങ്. കോപ്പ് വിത്തിൻ്റെ അർത്ഥം എന്താണ്? ടു എൻഡ്യൂർ സംതിങ്. ഓക്കെ, എൻഡ്യൂർ സംതിങ്. ഐ ആം നോട്ട് ഏബിൾ ടു എൻഡ്യൂർ ദ സിറ്റുവേഷൻ. 19ാമത്തെ ചോദ്യം. ഹി കംപ്ലൈൻഡ് ടു മീ ദാറ്റ് ഹി ഡാഷ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹാഡ് ഹെഡാക്ക്. ഓക്കെ, ഹി കംപ്ലൈൻറ്റ് ടു മീ എന്താണ്? അവൻ കംപ്ലൈൻറ്റ് ചെയ്തു. ഹി ഡാഷ്. ഹി ഹാഡ് എ ഹെഡാക്ക് എന്ന് പറയുമോ? അവൻ ഒരു ഹെഡാക്ക്, ഒരു തലവേദന എന്ന് പറയുമോ? ഇല്ലല്ലോ. ഹാഡ് ആൻ ഹെഡാക്ക് എന്ന് പറയുമോ? ഇല്ല. ഹാഡ് ദ ഹെഡാക്ക് എന്ന് പറയുമോ? ഇല്ല. ഓക്കെ, ഹാഡ് ഹെഡാക്ക്. അടുത്ത 20ാമത്തെ ചോദ്യം. ദ വൺ വേർഡ് ഫോർ നോ ലോങ്ങർ യൂസ്ഡ് ഈസ്. നോ ലോങ്ങർ യൂസ്ഡിൻ്റെ വൺ വേർഡ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒബ്സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സൊല്യൂട്ട് പഴകിയ, കാലഹരണപ്പെട്ട എന്നർത്ഥം. 21ാമത്തെ ചോദ്യം. വിച്ച് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്. തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കമ്മീഷണറാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. കമ്മീഷണറുടെ സ്പെല്ലിംഗ് എന്താണ്? COMMISSIONER ആണ്. ഒരു എസും കൂടെ വരണം. SSIONER ആണ് എന്താണ്? കമ്മീഷണറിൻ്റെ സ്പെല്ലിംഗ്. ഓക്കെ, 22ാമത്തെ ചോദ്യം. വിച്ച് വൺ ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. റെലവൻറ്റ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? റെലവൻറ്റ്, പ്രശസ്തമായത് എന്നർത്ഥം. ഓക്കെ, അടുത്ത 23ാമത്തെ ചോദ്യം. ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ദ പ്രസിഡന്റ് യെസ്റ്റർഡേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കാൾഡ് ഓണിൻ്റെ അർത്ഥം എന്താണ്? വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ, പ്രൈം മിനിസ്റ്റർ വിസിറ്റ് പ്രസിഡന്റ് യെസ്റ്റർഡേ. തലേ ദിവസം എന്താണ്? കണ്ടു, പ്രസിഡന്റിനെ കണ്ടു എന്നാണ്. അപ്പോൾ കാളറ്റിൻ്റെ അർത്ഥമാണ് കാളറ്റ്, വിസിറ്റ് എ പ്ലേസ്. കാളറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്. ക്ലിയർ. കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ സംതിങ്, കാൾ ഓഫ്. അടുത്ത 24ാമത്തെ ചോദ്യം. പ്ലീസ് ഡാഷ് ദ ലൈറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പുട്ടൗട്ടിൻ്റെ അർത്ഥം എന്താണ്? എസ്റ്റിൻഗുഷ്, അണയ്ക്കുക. പുട്ടൗട്ട്, എസ്റ്റിൻഗുഷ്. ഇപ്പോൾ നമുക്ക് ഓരോ നാട്ടിൽ നോക്കാം. പുട്ട് ഓഫിൻ്റെ അർത്ഥം എന്താണ്? പോസ്റ്റ് പോൺ, മാറ്റിവെക്കുക.
പുട്ടോണിൻ്റെ അർത്ഥം എന്താണ്? വിയർ, അണിയുക. പുട്ടിൻ്റെ അർത്ഥം പുട്ടിൻ, ഇൻവെസ്റ്റ്. ഓക്കെ. 25ാമത്തെ ചോദ്യം, യു ഹാഡ് ബെറ്റർ ഡാഷ് ആസ് ദ ഡോക്ടർ സേസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡു. യു ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? ഹാഡ് ബെറ്ററിന് ശേഷം ടു ചേർക്കാൻ പാടില്ല എന്ന് ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഹാഡ് ബെറ്ററിന് ശേഷം ടു ചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹാഡ് ബെറ്റർ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവാണ് എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഓർത്ത് വയ്ക്കുക. ക്ലിയർ. അടുത്ത് 26ാമത്തെ ചോദ്യം, വിച്ച് വൺ ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ADOLESCENC, അഡോളസൻസ്, ടീനേജ്, കൗമാരം. ക്ലിയർ. 27ാമത്തെ ചോദ്യം, വിച്ച് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? പ്രൊഫസറിൻ്റെ സ്പെല്ലിംഗ് ഏത് എന്ന ചോദ്യം, PROFESSOR, PROFESSOR. ഓപ്ഷൻ എ ആണ് ഉത്തരം. 28ാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഐ വിൽ തിങ്ക് ഡാഷ് ദ മാറ്റർ. ഐ വിൽ തിങ്ക് എബൌട്ട് ദി മാറ്റർ. അടുത്ത 29ാമത്തെ ചോദ്യം, ഹി റിട്ടേൺഡ് ആഫ്റ്റർ ഡാഷ് അവർ. എല്ലാവർക്കും അറിയുന്നതാണ്, ആരും തെറ്റിക്കത്തില്ല. ഏതാണ്? ആൻ അവർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആൻ അവർ. ക്ലിയർ. അടുത്ത 30ാമത്തെ ചോദ്യം, ദ സൺ റൈസസ് ഇൻ ഡാഷ് ഈസ്റ്റ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ദ ഈസ്റ്റ്. എന്ത് പഠിച്ചിട്ടുണ്ട്? ദിക്കുകൾക്ക് മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ യൂസ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ദിക്കുകൾ ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഒക്കെ വരുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. ഓക്കെ. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ദിക്കുകൾക്ക് മുമ്പിൽ എന്ത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു? ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ യൂസ് ചെയ്യണമെന്ന് പഠിച്ചു വച്ചിരിക്കുക. 31ാമത്തെ ചോദ്യം, എ പേഴ്സൺ ഹു റീഡ്ലി ബിലീവ് അതേഴ്സ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്രെഡുലസ്. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എ പേഴ്സൺ ഹു റെഡ്ലി ബിലീവ് അതേഴ്സ്. എന്താണ്? കണ്ണും പൂട്ടി വിശ്വസിക്കുക. ഓക്കെ. ഒരാളെ കണ്ണും പൂട്ടി വിശ്വസിക്കുക. എ പേഴ്സൺ ഹു റെഡ്ലി ബിലീവ് അതേഴ്സ്. അടുത്ത 32ാം ചോദ്യം, ദ മീനിങ് ഓഫ് ബ്രിങ് ടു ലൈറ്റ് ഈസ്. ബ്രിങ് ടു ലൈറ്റിൻ്റെ അർത്ഥം എന്താണ് ചോദ്യം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡിസ്ക്ലോസ്. എന്താണ് ഡിസ്ക്ലോസ്? വെളിവാക്കുക. ബ്രിങ് ടു ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിവാക്കുക. അപ്പോൾ എന്താണ് മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ? മനസ്സിലാക്കുക. മേക്ക് ഔട്ട് മനസ്സിലാക്കുക. ഇൻട്രൊഡ്യൂസ് എന്താണ്? ഇൻട്രൊഡ്യൂസ് അവതരിപ്പിക്കുക. ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവതരിപ്പിക്കുക. സ്റ്റാർട്ട് എന്താണ്? ആരംഭം. ക്ലിയർ. 33ാമത് ചോദ്യം, ദ മീനിങ് ഓഫ് ബെനവോളൻറ്റ്. ബെനവോളൻറ്റിൻ്റെ മീനിങ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ബെനവോളൻ്റെ അർത്ഥം എന്തെന്ന് അറിയണം. ബെനവോളൻറ്റ് എന്ന് പറഞ്ഞാൽ കരുണയുള്ളത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ മീനിങ് ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൈൻഡ്നെസ്. കരുണയുള്ള, കൈൻഡ്നെസ്, ദയാലുത്വം, ദയാലു. അപ്പോൾ ക്രൂവൽറ്റി എന്ന് വെച്ചാൽ ക്രൂരത. ക്രൂരത. അപ്ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ഹോൾഡ് വാദിക്കുക എന്നർത്ഥം. വാദിക്കുക, അപ്ഹോൾഡ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തലയ്ക്കുമീതെ. 34ാമത്തെ ചോദ്യം, ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഫ്ലെക്സിബിൾ ഈസ്. ഫ്ലെക്സിബിളിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ചോദ്യം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, റിജിഡ്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് എളുപ്പം. ഫ്ലെക്സിബിളായ ശരീരം എന്നൊക്കെ പറയില്ലേ? എന്താണ്? മെയ്വഴക്കമുള്ളത്, ഫ്ലെക്സിബിൾ. ഓക്കെ. റിജിഡ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത്. എന്താണ്? ഉറപ്പുള്ളത് അല്ലെങ്കിൽ കർക്കശമായത് എന്നർത്ഥം. ക്ലിയർ ആണോ? അടുത്ത 35ാമത്തെ ചോദ്യം, ഗീവ് വൺ വേർഡ് ഫോർ പ്ലേസ് വെയർ മോങ്സ് ലീവ്. മോങ്സ് എന്നാണ് സന്യാസിമാർ ജീവിക്കുന്ന സ്ഥലം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മൊണാസ്ട്രി. സന്യാസി മഠം, മൊണാസ്ട്രി. ഓക്കെ. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലത്തെയാണ് കോളേജിനോട് ചേർന്ന് വരുന്നതിനെയാണ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഓക്കെ. ഡോർമെട്രി എന്ന് പറഞ്ഞാൽ ഡോർമെട്രി എന്ന് പറഞ്ഞാൽ ഒരു
എന്താ പൊതു ശയനമുറി എന്ന് പറയും, ഡോർമെട്രി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, ഡോർമെട്രി എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഡോർമെട്രി. ഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിൽ. ഹട്ട്, കുടിൽ. അടുത്ത 36ാമത് ചോദ്യം, ഓൺ ഹു ട്രാവൽ ഇൻ എ സ്പേസ് ക്രാഫ്റ്റ്. വൺ വേർഡാണ്. ബഹിരാകാശ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളിനെ എന്ത് പറയും? അസ്ട്രോണറ്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, അസ്ട്രോണറ്റ്. പൈലറ്റ് എന്ന് പറഞ്ഞാൽ എയർമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈമാനികൻ എന്നാണ് അർത്ഥം. അസ്ട്രോളജിസ്റ്റ്, അസ്ട്രോളജറാണ് എന്താ? ജോത്സ്യൻ. അസ്ട്രോളജർ, ജോത്സ്യൻ. 37ാമത്തെ ചോദ്യം, എ പീരീഡ് ഓഫ് 1000 ഇയർ. 1000 വർഷത്തെ എന്ത് പറയുമെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മില്ലേനിയം. 38ാമത്തെ ചോദ്യം, ഓഡ് വൺ ഔട്ട്. സിമ്പിളായിട്ട് കിട്ടി കാണും. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഫർണിച്ചർ. ക്ലിയർ. അടുത്ത 39ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഐ ഹാവ് ബീൻ ഇൻ ദിസ് സ്കൂൾ 1995. ഐ ഹാവ് ബീൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഐ ഹാവ് ബീൻ ഇൻ ദിസ് സ്കൂൾ 1995. അതായത് എന്താണ്? പാസ്റ്റിൽ തുടങ്ങിയതും പ്രസൻറ്റ് തുടങ്ങുന്നതും പാസ്റ്റിൽ തുടങ്ങുന്നതും പ്രസൻറ്റൻസിൽ കണ്ടിന്യൂ ചെയ്യുന്നതുമായ ആക്ഷനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നു. ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, അതാണ് അവിടെ വരുന്നത്. അടുത്ത 40ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 40. FORTY. ഡിയർ ഫ്രണ്ട്സ്, എത്ര മാർക്ക് ലഭിക്കുന്നത് നോക്കുക. 40 ചോദ്യങ്ങളാണ് പരമാവധി. എന്താണ് എക്സ്പ്ലനേഷൻ അവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.